2000 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ 15 മിനിറ്റ് ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്ന ചോദ്യത്തെ ആസ്പദമാക്കി മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്ക് 2000 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ 3 മണിക്കൂറും 18 മിനിറ്റും ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും, ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് വിശദമായി നോക്കാം. ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. ഇവിടെ ചോദ്യം എന്നത് 2000 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ 3 മണിക്കൂറും 18 മിനിറ്റും ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല അഥവാ കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്ന ഈ ഫോർമുല ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ഇനി വിശദീകരിക്കാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താനുള്ള ഫോർമുല അഥവാ കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്ന ഈ ഫോർമുല നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉത്തരക്കടലാസിൽ എഴുതുക. അതിനുശേഷം കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു എന്നത് ഇതുപോലെ തന്നെ താഴോട്ട് എഴുതുക. ഇനി നമുക്ക് വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്ന ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന വാട്ട് എന്നത് നമ്മുടെ ആ ഒരു ഉപകരണം അത് ഉപയോഗിക്കുന്ന വാട്ടാണ്. നമ്മുടെ ചോദ്യം എന്നത് 2000 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ 3 മണിക്കൂറും 18 മിനിറ്റും ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 2000 വാട്ട് വരുന്ന ഇൻഡക്ഷൻ കുക്കറാണ് 3 മണിക്കൂറും 18 മിനിറ്റും ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് വാട്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2000 വാട്ട് എന്ന് എഴുതാം. ഇനി ഫോർമുല അനുസരിച്ച് വാട്ടിന് ശേഷം ഇൻറ്റു മാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് 2000 വാട്ട് എന്ന് എഴുതിയ ശേഷം നമുക്ക് ഇതുപോലെ ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫോർമുല അനുസരിച്ച് ബാക്കി വരുന്നത് അവർ എന്നതാണ്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ 2000 വാട്ട് വരുന്ന ഇൻഡക്ഷൻ കുക്കർ അത് 3 മണിക്കൂറും 18 മിനിറ്റുമാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് അവരുടെ സ്ഥാനത്ത് നമുക്ക് 3 എന്ന് എഴുതാം. പക്ഷെ അവരുടെ സ്ഥാനത്ത് 3 എന്ന് എഴുതിയത് കൊണ്ട്
നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല. കാരണം നമ്മുടെ ചോദ്യത്തിൽ 2000 വാട്ട് വരുന്ന ഇൻഡക്ഷൻ കുക്കർ അത് 3 മണിക്കൂറും 18 മിനിറ്റുമാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് 3 മണിക്കൂറിനെ സൂചിപ്പിക്കാൻ വേണ്ടി അവറിൻ്റെ സ്ഥാനത്ത് ഇതുപോലെ 3 എന്ന് എഴുതാം. ഇനി എക്സ്ട്രാ ഒരു 18 മിനിറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് 3-ന് ശേഷം ഇതുപോലെ ഒരു പ്ലസ് ചിഹ്നം ഇട്ട് കൊടുക്കാം. ഇനി 18 മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ വേണ്ടി 18 ഡിവൈഡ് ബൈ 60 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയ ശേഷം ഇതുപോലെ രണ്ട് സൈഡിലും ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ ഫോർമുല വരുന്നത് വാട്ട് ഇൻറ്റു അവർ ഡിവൈഡ് ബൈ 1000 എന്നതാണ്. അതിൽ വാട്ടിൻ്റെ സ്ഥാനത്ത് 2000 വാട്ട് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവറിൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് 3 + 18 ഹരിക്കണം 60 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഫോർമുല അനുസരിച്ച് ബാക്കി വരുന്നത് ഈ ഡിവൈഡ് ബൈ 1000 എന്നതാണ്. അത് നമുക്ക് ഇതിൻ്റെ അടിയിൽ എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പായി കിലോ വാട്ട് ഇൻറ്റു അവർ സീക്വൽ ടു എന്ന് ഇതേപോലെ തന്നെ എഴുതുക. അതിനുശേഷം വാട്ടിൻ്റെ സ്ഥാനത്ത് ഈ 2000 വാട്ട് എന്നത് ഇതുപോലെ തന്നെ താഴോട്ട് എഴുതാം. ഇൻറ്റു മാർക്കും നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അവരുടെ സ്ഥാനത്ത് നമ്മളിവിടെ 3 + 18 ഡിവൈഡ് ബൈ 60 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുള്ള 3 എന്നത് നമുക്ക് അതുപോലെ തന്നെ താഴോട്ട് എഴുതാം. ഇനി 3-ന് ശേഷം ഒരു പ്ലസ് ചിഹ്നം കൂടി വരുന്നുണ്ട്. ഈ പ്ലസ് ചിഹ്നം നമുക്ക് ഇതുപോലെ തന്നെ താഴോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വരുന്നത് 18 ഡിവൈഡ് ബൈ 60 എന്നതാണ്. അതായത് 18 മിനിറ്റ് സമയത്ത് അവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 18 ഡിവൈഡ് ബൈ 60 എന്ന് എഴുതിയത്. അതുകൊണ്ട് നമുക്ക് ഈ 18 ഡിവൈഡ് ബൈ 60 അത് എത്രയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡിവൈഡ് ബൈ 60 ഈക്വൽ ടു നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്നത് 0.3 എന്നതാണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ 0.3 എന്ന സംഖ്യ അത് അവറാണ്. അതുകൊണ്ട് ഈ സംഖ്യ അത് നമുക്ക് അവറിൻ്റെ ഭാഗത്ത് എഴുതാം. 0.3 അവർ. അത് എഴുതിയ ശേഷം ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലും ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഫോർമുല അനുസരിച്ച് വാട്ട് ഇൻറ്റു അവർ ഡിവൈഡ് ബൈ 1000 എന്നതാണ് വരുന്നത്. അതിൽ വാട്ടിൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ 2000 വാട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവറിൻ്റെ ഭാഗത്ത് നമ്മളിവിടെ 3 + 0.3 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഫോർമുല അനുസരിച്ച് ബാക്കി വരുന്നത് ഡിവൈഡ് ബൈ 1000 എന്നതാണ്. അത് നമുക്ക് ഇതിൻ്റെ അടിയിൽ എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പായി നമുക്ക് കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു എന്ന് എഴുതാം. അതിനുശേഷം വാട്ടിൻ്റെ ഭാഗത്ത്
2000 വാട്ട് എന്ന് എഴുതാം. ഇവിടെ കാണുന്ന ഇൻറ്റു മാർക്ക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അവറിൻ്റെ ഭാഗത്ത് 3 + 0.3 ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 അവർ വരുന്നുണ്ട്. ഇവ തമ്മിൽ പരസ്പരം നമുക്ക് കൂട്ടാം. അപ്പോൾ ഇവിടെ 3 + 0.3 = നമുക്ക് ലഭിക്കുന്നത് 3.3 എന്നായിരിക്കും. ഇത് അവറാണ്. ഈ അവർ നമുക്ക് അവറിൻ്റെ ഭാഗത്ത് എഴുതാം. 3.3 അവർ. ഇനി ഫോർമുല അനുസരിച്ച് ഈ /1000 എന്ന് വരുന്നുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പായി കിലോ വാട്ട് ഇൻറ്റു അവർ = എന്ന് ഇതുപോലെ തന്നെ എഴുതാം. അതിനുശേഷം ഈ 2000 വാട്ടിന് 3.3 അവർ കൊണ്ട് ഗുണിക്കാം. 2000 വാട്ടിന് 3.3 അവർ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്നത് 6600 എന്നായിരിക്കും. ഇത് വാട്ടിനെ അവർ കൊണ്ട് ഗുണിച്ച സംഖ്യയാണ്. ആ സംഖ്യ നമുക്ക് ഇവിടെ എഴുതാം. നമ്മുടെ ഫോർമുല അനുസരിച്ച് വരുന്നത് വാട്ട് ഇൻറ്റു അവർ /1000 എന്നതാണ്. അതിൽ വാട്ടിനെ അവർ കൊണ്ട് ഗുണിച്ചപ്പോൾ, അതായത് 2000 വാട്ടിനെ 3.3 അവർ കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ലഭിച്ച സംഖ്യ എന്നത് 6600 എന്നതാണ്. ഇനി വാട്ടിനെ അവർ കൊണ്ട് ഗുണിച്ച സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കണം. അതായത് 6600നെ 1000 കൊണ്ട് ഹരിക്കാം. അതായത് 2000 വാട്ടിന് 3.3 അവർ കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 6600 എന്ന് ലഭിച്ചു. ഇവിടെ ഫോർമുല അനുസരിച്ച് വരുന്നത് വാട്ട് ഇൻറ്റു അവർ /1000 എന്നതാണ്. അതായത് 2000 വാട്ടിന് 3.3 അവർ കൊണ്ട് ഗുണിച്ച ശേഷം 1000 കൊണ്ട് ഹരിക്കണം. അതിനാൽ തന്നെ നമുക്ക് 6600നെ 1000 കൊണ്ട് ഹരിക്കണം. നമുക്ക് 6600നെ 1000 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്നത് 6.6 എന്നായിരിക്കും. അത് നമുക്ക് ഇവിടെ എഴുതാം. ഈ 6.6 എന്നത് അത് യൂണിറ്റ് വൈദ്യുതിയാണ്. കാരണം യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല എന്നത് വാട്ട് ഇൻറ്റു അവർ /1000 എന്നതാണ്. അതിൽ 2000 വാട്ടിന് 3.3 അവർ കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 6600 എന്ന് ലഭിച്ചു. ആ സംഖ്യയെ 1000 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ ഇതാണ് യൂണിറ്റ് വൈദ്യുതി എന്ന് കാണിക്കാൻ വേണ്ടി കിലോ വാട്ട് ഇൻറ്റു അവർ = 6.6 ബ്രാക്കറ്റിൽ യൂണിറ്റ് എന്ന് എഴുതുക. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ 2 വരയും വരച്ചു കൊടുക്കുക. നമ്മുടെ ചോദ്യം എന്നത് 2000 വാട്ട് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ 3 മണിക്കൂറും 18 മിനിറ്റും ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് നമ്മുടെ ചോദ്യം. ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്നത് 6.6 യൂണിറ്റ്
വൈദ്യുതി ചെലവാകും എന്നതാണ് ആൻസർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ തുറന്ന് എഴുതുക. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.